ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു സൈഡ് ഡിഷ് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ ഒരു കളർഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ക്യാപ്സിക്കം കളർഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തുണ്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വെള്ളരിക്ക. ഇത് വന്നിട്ട് നമ്മുടെ ഈ ബർഗറിലും സാൻഡ്വിച്ചിലൊക്കെ ഉണ്ടാവാറില്ലേ, ആ സംഭവമാണ് കേട്ടോ. അതിൻ്റെ ലീഫാണ് ഞാൻ ലുലു മാൾ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു ക്യാരറ്റ്, പിന്നെ വന്നിട്ട് ഒരു വലിയ ഉള്ളി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് സ്വീറ്റ് കോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ അതുകൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ മുറിച്ച് ബാക്കി വന്ന വെജിറ്റബിൾസിനെ ഇങ്ങനൊരു ഇതിലാണ് കേട്ടോ. അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ്. ഒരു 6 സെറ്റായിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ആക്കി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടുവരില്ല കേട്ടോ. നമ്മുടെ നോർമലി ഇരിക്കുന്നതിൽ വെച്ചിട്ട് കുറച്ചധികം കൂടെ ഇരിക്കുന്നു മാത്രം. അപ്പോൾ അതിനൊക്കെ ഒന്ന് നേരെ അടച്ച് സേഫ്റ്റി ആയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ വെള്ളം തട്ടാത്തതുകൊണ്ടാണ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാത്തത് കേട്ടോ. ഇനി ഇതാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നമ്മൾ കഴുകി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓണിയൻ, ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ 3 നിറത്തിലുള്ള ക്യാപ്സിക്കം, സ്വീറ്റ് കോണ്, പിന്നെ വന്നിട്ട് ഇതാ ആ മറ്റേ സ്പിഞ്ചില്ലേ, ആ ഒരു ഇത് കാണിച്ചെന്നില്ലേ, അതിൻ്റെ ആ ലീഫ്. നമ്മൾ അടുത്തതായിട്ട് ഒരു വലിയൊരു ബൗൾ എടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ കേർഡാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് മൊത്തം നമുക്കിനി അതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തയക്കാനും അവർക്ക് കഴിക്കാനും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട്. കാരണം എല്ലാ വെജിറ്റബിൾസും അകത്ത് പെടുകയും ചെയ്യും. ഒരുപാട് ഇതായിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ആയിട്ടുള്ളതല്ലല്ലോ, അതുകൊണ്ടൊക്കെ അത് ഏറ്റവും നല്ലതാണ്. മോൻ ആദ്യം ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചു, പിന്നെ നോക്കിയപ്പോൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ അതാ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ അതാണ്ടോ നല്ല കളർഫുള്ളായിട്ടുണ്ട് കാണാൻ തന്നെ. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സ്കൂളിലേക്ക് മറ്റേ ചീരച്ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് സൈഡ് ഡിഷായിട്ട് കൊടുത്തു വിട്ടാണ് കേട്ടോ. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഈ നമ്മൾ ഒരുപാട് ചോറും കണ്ണിക്കണ്ടൊക്കെ വാരി വലിച്ച് കഴിക്കണമെങ്കിൽ ഇതൊന്നുകൂടി ബെറ്ററാണ് കേട്ടോ. നമ്മുടെ വിശപ്പൊന്നും ഒതുങ്ങും, എന്നാൽ ഒരുപാട് കലോറി ഉള്ള ഫുഡല്ലേന്നും അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം കേട്ടോ, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്. മറ്റേ നമ്മുടെ ക്യാപ്സിക്കം ഒന്നും ഒരു എരിവല്ലല്ലോ, ജസ്റ്റ് ഒരു കടിച്ച് കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്തത്. നന്നായി നമുക്കതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കർഡിന് അതിൽ എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യമില്ല അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊക്കെ കുറേശ്ശെ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് കർഡിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കർഡ് ആഡ് ചെയ്യാം. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ദിവസമായി നമ്മുടെ വീഡിയോസൊന്നും നേരെ എനിക്കിടാൻ പറ്റിയിരുന്നില്ല, കുറച്ച് തിരക്കുകളിലായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. ഇൻഷാല്ലാ ഇനി ഇവിടെ നിന്ന് ഡെയിലി വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അതാ നമ്മൾ അൽഹംദുലില്ലാ 800 സബ്സ്ക്രൈബേഴ്സിന് മേലെ ആയിട്ടുണ്ട്. ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ അതായത് നമ്മളതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹിസൂട്ടിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ സംഭവം ഇഷ്ടമാണ്. ആൾ അതിലത്തെ വെജിറ്റബിൾസൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ആ കർഡും അതിൻ്റെ ആ ഒരു നീരൊക്കെ ഒന്ന് ഇറങ്ങുമല്ലോ നമുക്ക് കുറച്ച് സമയം അവിടെ വയ്ക്കുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കർഡ് മാത്രമായിട്ട് അങ്ങനെ കഴിച്ചിരുന്നു കേട്ടോ. കുറച്ചൊക്കെ നമ്മത് മൊത്തത്തിലൊരു പാത്രത്തിലിട്ട് കൊടുത്ത് അതിനെ പിഴിഞ്ഞ് സ്പൂണും കൊണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അവളുടെ കൈ കൊണ്ടാക്കിയിട്ടായാലും ആ മറ്റേത് മാത്രം അവൾ കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ എൻ്റെ കയ്യിൽ പോമഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതുകൂടെ കുറച്ച് ആഡ് ചെയ്തു കേട്ടോ, ഒന്നുകൂടെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഇനി നമുക്ക് അതിലോട്ട് സോൾട്ടോ പെപ്പറോ കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഞാൻ ചീരച്ചോറാണ് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടാണ് ഇത് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ അത് ചോറാക്കുകയാണ്. അവനിക്ക് ചോറും നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ ആയി കൊടുത്തേക്കുമ്പോൾ നമുക്ക് കറികളൊന്നും ഇല്ല പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഞാൻ വെറും ചോറായി കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം, പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് സാലഡ് എന്തെങ്കിലും ആക്കി പറഞ്ഞാൽ അവനക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ നമ്മൾ കൊടുത്തയച്ചിട്ട് അവൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഇഷ്ടമായി അവന് കിട്ടൽ കുറച്ച് കമ്മിയാണ് കേട്ടോ. കാരണം ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അങ്ങനെ തന്നെ ആണല്ലോ. പിന്നെ നെല്ലിക്ക വിട്ടിട്ടൊരു കളിയില്ല, അപ്പോൾ അത് കഴിയണ വരെ അത് കൊണ്ടുപോകും കേട്ടോ. എന്ത് ഫുഡ് കൊണ്ടുപോവുകയാണെങ്കിലും കൊണ്ടുപോകും, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൂടെ ആക്കി
നമുക്കൊരു പാത്രത്തിൽ വേറൊരു പാത്രത്തിലെടുത്തിട്ട് അതിലോട്ട് സാലഡ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.